പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഒരു ആന പോലത്തെ അവകാശവാദമുണ്ട്. ഇത് മനുഷ്യർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ ലളിതമായ ഭാഷയിൽ അവതരിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ ഖുർആൻ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് വളരെ ദുർഗ്രാഹ്യമാണ്. സന്ദർഭങ്ങൾ, ഹദീസുകൾ, മറ്റു പരസഹായമില്ലാതെ അതിനെ മനസ്സിലാക്കിയെടുക്കുവാൻ IAS പഠിച്ചവർക്ക് പോലും സാധിക്കില്ല. അങ്ങനെ ഇരിക്കെ ഒട്ടകം മേച്ചു നടന്ന അറബികൾക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാകും എന്ന ചോദ്യമൊന്നും തൽക്കാലം ഇങ്ങോട്ട് വേണ്ട. ഇത് അറബിയിൽ എഴുതപ്പെട്ട ഖുർആനിൻ്റെ കാര്യമാണ്. അറബി അറിയാത്തവർക്കോ? അറബിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ. അതുകൊണ്ടാണ് അറബിയിൽ അവതരിപ്പിച്ചത്. ലോകത്ത് എത്ര ശതമാനം പേർക്ക് അറബി അറിയാം? അതൊന്നും തള്ളുന്നവർക്ക് ഒരു വിഷയമേ അല്ലല്ലോ. നമ്മളങ്ങ് തള്ളു കൊള്ളയുടെ അടുത്ത് കൊള്ളണം, അത്രയേ ഉള്ളൂ. ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? അത് ഏതുമായിക്കോട്ടെ, മെക്ക ഭൂമിയുടെ കേന്ദ്രമാണ്. അറബി ഏറ്റവും ഉത്കൃഷ്ടമായ, ഉദാത്തമായ ദൈവീക ഭാഷയാണ്. സംസ്കൃതം നമ്മുടെ ഇന്ത്യയിലും മറ്റും ഇതൊക്കെ ദൈവീക ഭാഷയാണ്. മനുഷ്യൻ രൂപപ്പെട്ടതിന് ശേഷം എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് മനുഷ്യനും മിണ്ടാൻ പഠിച്ചത്. അങ്ങനെയിരിക്കെ ദൈവത്തിനതൊക്കെ നേരത്തെ അറിയാം. അപ്പം ഞാനിത് പറഞ്ഞു വരാൻ കാരണം, ഖുർആനിൽ ചില വാക്കുകളുണ്ട്. അലിഫ്, ലാം, മീം, റാ, യാസീൻ, അങ്ങനെ കുറേ വാക്കുകൾ. ഇതിൻ്റെയൊക്കെ അർത്ഥം മനുഷ്യർക്ക് തിരിയില്ല എന്നാണ് വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും പറയുന്നത്. അപ്പോൾ ആർക്കാ തിരിയുക? അത് അള്ളാഹുവിന് മാത്രമേ, അല്ല മാത്രമേ അറിയുള്ളൂ. ചിലപ്പം ഒരു ഒരു ഡിസ്കൗണ്ട് എന്ന നിലയ്ക്ക് നബിക്കും അറിയാമായിരിക്കും, ബാക്കി ആർക്കും അറിയില്ല. അപ്പം അർത്ഥരഹിതങ്ങളായ കുറേ വാക്കുകൾ 114 അധ്യായത്തിലെ 29 അധ്യായങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഘ, റ, സ എന്നൊക്കെ അധ്യായത്തിന് ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ല തുടക്കമാണ്. ചിലപ്പോൾ 4, 5 ചേർത്താണ്. സ, ഖ, ല, വ. എന്താണത്? ആർക്കും ഒരു എത്തും പിടിയും കിട്ടില്ല. അതായത് വാക്കുകൾ കൂട്ടിച്ചേരുമ്പോൾ കൽപ്പിതമായ അർത്ഥങ്ങൾ നമ്മൾ കൽപ്പിച്ച് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥരൂപം ഉണ്ടാകുന്നത്. വ്യാഖ്യാനങ്ങൾക്കും വശംവദമാകുന്നത്. അല്ലെങ്കിലോ അതൊക്കെ നല്ല ഭാഷ ഇവിടെ തൽക്കാലം ഉപയോഗിക്കുന്നില്ല ഞാൻ. അങ്ങനെ ഈ അലിഫ്, ലാം, മീം എന്നുള്ളത് 6 അധ്യായങ്ങളിൽ, സൂറത്തിൽ ബക്കറ 2, സൂറത്തിൽ ഇമ്രാൻ, ആലി ഇമ്രാൻ 3-ാമത്തെ അധ്യായം, 29-ാമത്തെ അധ്യായം അൽ അങ്കബൂത്ത്, 30-ാമത്തെ അധ്യായം അൽ റൂം, 31-ാമത്തെ അധ്യായം ലുക്മാൻ, 32-ാമത്തെ അധ്യായം അൽ സാജിദ. ഇത്രയും അധ്യായങ്ങളുടെ തുടക്കം അലിഫ്, ലാം, മീം. എന്താ ഇത്? അത് അള്ളാഹുവിനറിയാം. ഇപ്പം ഈ ഖുർആൻ അവതരിപ്പിച്ചത് മനുഷ്യർക്കും മുസ്ലിങ്ങൾക്കും വേണ്ടിയാണ്. മനുഷ്യരെയും അഭിസംബോധന ചെയ്ത് കളയും. ചിലപ്പം അറബികളെ അഭിസംബോധന ചെയ്ത് പോരാഞ്ഞിട്ട് ഹേ മാലോകരെ എന്നൊക്കെ വിളിച്ചാണ് അഭിസംബോധന ചെയ്യുക. അപ്പം
അതിൻ്റെ ഗ്രന്ഥകർത്താവിന് മാത്രം അറിയാവുന്ന വാക്കുകൾ ഒരു ഗ്രന്ഥത്തിൽ രചയിതാവ് തന്നെ എഴുതി ചേർക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഇപ്പം നമ്മുടെ കഥാനായകന്മാരിൽ പലരും, ഇപ്പം പലരുടെയും പേരെനിക്ക് ഓർമ്മ, തകഴി, അദ്ദേഹം ചെമ്മീൻ തുടങ്ങുകയാണ്. ഛ ചു ചി. നമ്മൾ എന്ത് വിചാരിക്കും? തകഴിക്ക് എന്തോ സാരമായ തകരാറ് വേനൽ ചൂട് കാരണം ഉണ്ടായി. ഇവിടെ സംഭവിക്കുന്നത് അതാണ്. ഒരർത്ഥവുമില്ലാതെ അർത്ഥരഹിതങ്ങളായ വാക്കുകൾ അധ്യായത്തിൻ്റെ മുമ്പിൽ 6 പ്രാവശ്യം 6 അധ്യായങ്ങളിൽ ചേർക്കണം. തമാശ അവിടെ കൊണ്ട് തീരുന്നില്ല. അലിഫ് ലാം റാ, അത് മറ്റൊന്നാണ്. ഇപ്പം കാ കി കു എന്ന് പറയുന്നത് പോലെ അലിഫ് ലാം റാ. ഇത് സൂറത്തിൽ യൂനസിൽ, ഹൂദിൽ, യൂസഫിൽ, ഇബ്രാഹിമിൽ, അൽ ഹിജ്ർ, ഇങ്ങനെ 1, 2, 3, 4, 5 അധ്യായങ്ങളിൽ ഇത് ആവർത്തിക്കുന്നു. പിന്നെ 4 അക്ഷരങ്ങൾ കോമ്പിനേഷനാണ്. ഇതൊക്കെ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത് കോമ്പിനേഷൻ്റെ കളിയാണ്. എങ്ങനെയാ? സൂറത്തിൽ ആറാഫിൽ ചാപ്റ്റർ 7 അലിഫ് ലാം മീം സാദ്. സൂറത്തിൽ റാദ് അൽ റാദിൽ അലിഫ് ലാം മീം റാ. എൻ്റെ പൊന്നു പടച്ചോനെ, ഇത്രയും ലെറ്റേഴ്സ് നിങ്ങൾ അനാവശ്യമായി പറഞ്ഞ് ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാത്ത രീതിയിൽ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പം പണ്ഡിതന്മാരുണ്ട്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകാതെ വരികയാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പാണ്ഡിത്യമുള്ള ആളുകൾ, അത് നേരത്തെ ജീവിച്ച ആളുകളാണ്. ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും ഇതിൻ്റെ തലയോട്ടിയിൽ തലമണ്ടയ്ക്കകത്ത് ആ പുത്തി ഇതിനൊന്നും വർക്ക് ചെയ്യുകയില്ല. നേരത്തെ, വളരെ നേരത്തെ, അതായത് അക്ഷരാഭ്യാസമില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചവർക്കാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയൊന്നും യാതൊരു രീതിയിൽ യാതൊരു പിടിപാടുമില്ലാതെ അലിഫ് ലാം മീൻ യാസീൻ എന്നൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ്. അവരാണ് വ്യാഖ്യാതാക്കളും കഥ പറച്ചിലുകാരും. അതൊക്കെ നമ്മൾ തൊടാതെ അങ്ങ് വിഴുങ്ങിക്കോണം. ഇത് ദൈവീക ഗ്രന്ഥം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കളിയാക്കാനും പാടില്ല. കളിയാക്കിയാൽ നരകത്തിലേക്ക് പോകും. അപ്പം ഇതിനെക്കുറിച്ച് ഇതുവരെ ഉണ്ടായ അഭിപ്രായങ്ങളിൽ ചിലത് സ്വരൂപിക്കുകയാണെങ്കിൽ നമുക്ക് ദീസ് ലെറ്റേഴ്സ് വെയർ യൂസ്ഡ് ഫോർ റിഥമിങ്. പാട്ടുപോലെ ഇപ്പം സംഗീതം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാർ അറബി വായിക്കുന്നതിനെ ഖുർആൻ സംഗീതാത്മകമാണ്. അതൊരു കവിത പോലെ ചൊല്ലാവുന്നതാണ്. എന്നിട്ട് കവിത പാടില്ല എന്ന് പറയും. അതുപോലെ റിഥമിന് വേണ്ടിയിട്ട് അലിഫ് ലാം മീം ലാ യാസീൻ. എന്താ മോശോ? പാട്ട്, സംഗീതം. അലിഫ് ലാം മീം റാ, എന്താ മോശമാണോ? അലിഫ് ലാം മീം യാ, മോശമാണോ? യാസീൻ, നീട്ടിയും ചുരുക്കിയും ഒക്കെ ഇതിങ്ങനെ പറയാം. These letters have some numerical significance as the Semitic letters also have numerical values. അറബി അക്ഷരങ്ങൾക്ക് സംഖ്യാപരമായും അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ സംഖ്യാപരമായ അർത്ഥങ്ങളുണ്ടാവും. എന്താണത്? നമുക്കറിയല്ല കേട്ടോ. അത് അള്ളാഹ് പടച്ചോനെ പടച്ചതിനെക്കുറിച്ച് വല്ല പിടിപാടും ഉണ്ടാകും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ദീസ് ലെറ്റേഴ്സ് വെയർ യൂസ്ഡ് ടു അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ പ്രൊഫറ്റ് ആൻഡ് ഹിസ് ഓഡിയൻസ്. അത് ശരിയാണ്. അതായത് ചുമ്മാ എന്ന് വിളിച്ച് പറയുന്നത് പോലെ, എന്ന് വിളിക്കുന്നത് പോലെ, മജമ്പി എന്ന് വിളിക്കുന്നത് പോലെ, അലിഫ് ലാം മീം എന്നൊക്കെ മലക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വിളിക്കുമ്പം നബിയും തിരിഞ്ഞു നോക്കും, സഹാബാക്കളും അതുവഴി തിരിഞ്ഞു നോക്കും. അങ്ങനെ ക്യാച്ചിങ് ദ അട്രാക്ഷൻ. കൊള്ളാം. അതാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അട്രാക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് അർത്ഥരഹിതങ്ങളായ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇത് ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ ഇറക്കി തന്നിരിക്കുന്നു, സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
ഈ ഉഡായിപ്പ് വേലയൊക്കെ അത്ര നല്ലതല്ലെന്നാണ് നമുക്ക് തൽക്കാലം പറയാം. Several volumes have been written on the significance of these abbreviations. ഈ ചുരുക്കെഴുത്തുകളുടെ വ്യാഖ്യാനങ്ങൾ സെവറൽ വോള്യൂംസ്, കൂടുതൽ വോള്യൂംസ് അങ്ങനെ എഴുതിയ ആളുകൾ, അതൊക്കെ പണ്ട് ജീവിച്ച ആളുകളാണ്. ഞാൻ നേരത്തെ ഇപ്പോഴത്തെ ആളുകൾ കൊള്ളുകളെ, ഇപ്പോഴത്തെ ആളുകളെന്ന് തോന്നുന്നു വിമാനത്തിൽ കിടന്നവന്മാർ, ക്ലോസറ്റിൽ തൂർന്നവന്മാർ, കുക്കറിൽ ഫുഡ് ഉണ്ടാക്കുന്നവന്മാർ, ഫ്രിഡ്ജിൽ ഇറച്ചി വയ്ക്കുന്നവന്മാർ, പെട്രോൾ ഒഴിച്ച് വണ്ടി ഓടിക്കുന്ന കൊള്ളുകളെന്നേ. പണ്ടൊക്കെയാണ് പിറമ്പിത്തൂറും ഒട്ടകത്തിൽ യാത്ര ചെയ്യും, പനി വന്ന് പരസ്യമില്ല മരിക്കും. അതൊക്കെ മഹത്വക്കളാണ്, മഹത്തുക്കൾ. അവർക്കേ അറിയാവുന്നത്. അവരൊക്കെ വോള്യം കണക്കിന് അർത്ഥം എഴുതി. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലായോ? നീ ആരെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ ആരെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, പിന്നീട് നീ ആരെന്ന് ഞാൻ പറയുമ്പോൾ നീ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അതാണ് സുബ്ഹാനഹു തആലയുടെ ലളിതമായ ഖുർആനിലുള്ള. ഇനിഷ്യലി ദ ഖുർആൻ ചലഞ്ചസ് ഓൾ ദ മാൻ ആൻഡ് ജിൻ ടു പ്രൊഡ്യൂസ് എ റെസിറ്റൽ ലൈക്ക് ദ ഖുർആൻ. ഖുർആനിനെ പോലെ ഒന്ന് സൃഷ്ടിക്കാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരാശിയും ജിന്നുവർഗങ്ങളെയും വെല്ലുവിളിക്കുകയാണ്. പോരെ, ഈ വെല്ലുവിളിയെക്കുറിച്ച് ജബ്ബാർ മാഷ് നീണ്ട കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ വായിക്കും. ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ഒരു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ അലിഫ് ലാം മീം റാ യാഹൂദ് യാസീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെ എഴുതാൻ വെല്ലുവിളിക്കുകയാണെങ്കിൽ ആ വെല്ലുവിളി അയ്യോ. നമ്മുടെ കേരളത്തിൽ ഒരു കല്ലുരുട്ടി ഭ്രാന്തനുണ്ടല്ലോ, നാറാണത്ത് ഭ്രാന്തൻ, അവൻ പോലും ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉയർത്തില്ല. വെല്ലുവിളി പല ഭാഗത്തായിട്ടാണ്. ചാപ്റ്റർ 17 88-ാമത്തെ വാക്യത്തിൽ, ചാപ്റ്റർ 52 34-ാമത്തെ വാക്യത്തിൽ, ചാപ്റ്റർ 11 സൂറത്തുൽ ഹൂദ് അതിൽ 13-ാമത്തെ, അങ്ങനെ വാക്യങ്ങളായി അള്ളാഹു വെല്ലുവിളി ഉയർത്തുകയാണ്. The miraculous quality of the Quran mentioned immediately after the broken letters. ഈ അക്ഷരങ്ങൾ എന്തിനാണ് ഉപയോഗിച്ചത്? അതായത് ഇതിനു ശേഷം വരുന്ന മഹത്വവൽക്കരിക്കപ്പെട്ട വാക്കുകളുടെ അലങ്കാരമായിട്ട് ആദ്യം ഹ ഹി ഹു ഹൈൽ, അങ്ങനെ ഈ മൗലൂദ് ഓതാണ്. ഹ ഹി ഹു ഹൈൽ, ഹ അല്ലാഹു എന്നൊക്കെ പറയുന്ന ചുരുക്കെഴുതുന്ന അബ്രവേഷൻസ്. അതുപോലെ മഹത്വവൽക്കരിക്കപ്പെട്ട ആശയങ്ങൾ പറയുമ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താ പറയുക, ഒരു കാവൽ ഭടന്മാരെ പോലെ അയക്കുന്നത് പോലെ. നമ്മുടെ മന്ത്രിമാരൊക്കെ പോകുമ്പം ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു, നമ്മുടെ പ്രധാനമന്ത്രി 35 വാഹനങ്ങളുടെ ഉടമ്പടിയോടുകൂടിയാണ്, അകമ്പടിയോടുകൂടി. അപ്പം അകമ്പടി വാഹനത്തെ പോലെയാണ് ഈ യാസീൻ, അലിഫ് ലാം മീം, അലിഫ് യാം യാ റ ക കി കു എന്നൊക്കെ പറയും. എന്താണ് സൂറത്തുൽ ബഖറയിൽ, സൂറത്തുൽ ബഖറ അത് 1-2-ാമത്തെ അധ്യായമാണ്, 1 മുതൽ 2 വരെയുള്ള വാക്കുകൾ. അതിൽ ആദ്യം തുടങ്ങുന്നത് അലിഫ് ലാം മീം. അത് കഴിഞ്ഞ് പറയും ലാ റൈബ ഫീഹാ, ദിസ് ഈസ് ദ ബുക്ക് ഇൻ ഇറ്റ്സ് ഗൈഡൻസ് ഷുവർ വിത്തൗട്ട് ഡൗട്ട് ടു ദോസ് ഹൂ ഫിയർ അല്ലാഹ്. അള്ളാഹുവിനെ ആര് പേടിക്കുന്നു അവർക്ക് വ്യക്തമായ തെളിവുകളുള്ള പുസ്തകമാണ്. ഈ മഹത്തായ വാക്ക് പറയാനുള്ള അകമ്പടി വാഹനമായിട്ട് അല്ലെങ്കിൽ അകമ്പടി വാക്കുകളായിട്ട് വന്നതാണ് ഈ വാക്കുകളെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടകത്തിൽ കയറി ഒട്ടകമൂത്രം കുടിച്ച് ഒട്ടകത്തെ അറുത്ത് തിന്ന് മണലാരിടത്തിൽ കൂടി ദാഹിച്ചു വലഞ്ഞ് സഞ്ചരിച്ച് പനി വന്ന് പണിപിടിപ്പെട്ട് മരിച്ചു പോകുന്ന മനുഷ്യരല്ല ഇന്നുള്ളത്. അവരുടെ ജീവിത രീതി, ആശയവിനിമയ രീതി, ലളിത ഭാഷ, അറിയാത്തതിനെ അറിയാനുള്ള വ്യഗ്രത, അറിയാത്തതിനെ അറിയിക്കാനുള്ള കഴിവ്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇതിനൊന്നും അധിക കാലം നിലനിൽപ്പില്ല എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവ്. അപ്പം അലിഫ് ലാം മീം എന്താണ്? അളിയ ഞാൻ പോകുന്നു, നിങ്ങളുമായി യോജിച്ച് നിൽക്കാൻ സാധ്യമല്ല എന്നുള്ള പറച്ചിലാണ് എൻ്റെ വകയായിട്ട് ഞാനിവിടെ അർത്ഥം കൽപ്പിക്കുക. ഓക്കെ, ഗുഡ് ബൈ.